ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പാട്ടോ. നടിയിലായിരുന്നു ദിവസേന ഞാൻ വരുത്ത്, എന്നാൽ ഇന്ന് ഞാൻ വരുന്നത് വിളവെടുപ്പ് എന്താണെന്നറിയോ? മഞ്ഞൾ ഞാൻ വിളവെടുക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ. ഇന്ന് ഞാൻ നട്ട മഞ്ഞൾ വിളവെടുക്കാൻ പോവുക. അപ്പോൾ ഞാൻ നട്ടത് മഞ്ഞൾ പോയി നോക്കുമ്പോൾ വലുതായി, അന്നൊക്കെ പോയപ്പോൾ നല്ല ശക്തിയായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ പഴുത്ത് ഉണങ്ങി വീണ് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് വിളവെടുക്കട്ടെ, മൊത്തം എടുക്കുന്നില്ല, കുറച്ച് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ആ എടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചാൽ ആർക്കെങ്കിലും പ്രചോദനമായിട്ട് മഞ്ഞളൊക്കെ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്നാൽ വരി നമുക്ക് മഞ്ഞൾ വിളവെടുക്കാനോ. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞൾ. ഇപ്പോൾ ഓരോരുത്തർ ഞാൻ എന്തെങ്കിലും വിളവെടുത്താൽ പറയും സമയമായില്ല എന്നുള്ളത് കേട്ടോ. ഈ മഞ്ഞളുടെ നിങ്ങളൊന്ന് പറയണേ. മഞ്ഞൾ ഇതാ പഴുത്ത് മൂപ്പെത്തി പഴുത്ത് ഉണങ്ങി താഴെ വീണ് കാണൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ മഞ്ഞും കാണൂല. നമ്മൾ എവിടെ മഞ്ഞൾ നട്ട് തപ്പേണ്ടി വരും. അപ്പം എന്നല്ല ഇപ്പം പറിക്കുന്നതാ. അപ്പോൾ ഞാൻ മഞ്ഞൾ പറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് മഞ്ഞളാ. നിങ്ങളൊക്കെ മഞ്ഞൾ കൃഷിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മഞ്ഞൾ എന്താ ചെയ്യലെന്നൊക്കെ ഒന്ന് പറയണേ. നല്ല മഞ്ഞ കളറാ. ഇത് വയനാടാ, ഒന്നും കൂടി മഞ്ഞിക്കൂ. നിങ്ങളെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ ഒക്കെ ഭയങ്കര ചെറിയൊന്ന് നട്ടതാ. ഓരോന്ന് കിട്ടിയ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടായത് നോക്ക്. ഇത് ഞാനിങ്ങനെ എടുത്തു പോയിന്നേ ഉള്ളൂ. കണ്ടോ, അതുണ്ട്. ഞാൻ ഒരു തന്നെ കാണിച്ചു തരാം. ഇത് ഇവിടെ മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായി ഉറച്ചു പോയിക്ക്. അപ്പം എന്നെ പോലത്തെ പാവം വീട്ടമ്മമാർക്ക് വേഗമൊന്നും കിട്ടൂല. കുറച്ച് മെനക്കെടണോ, അല്ലെ പണിക്കാർ വേണോ. നിങ്ങളെ ഞെട്ടു ഉറപ്പാ. ഞാൻ കാണിച്ചു തരാം. ഞാൻ തന്നെ ഞെട്ടുന്നുണ്ട്. കരിയിലൻ്റെ ഒക്കെ ഒരു പവറേ നോക്ക്. ഒരു മഞ്ഞൾ നട്ടിട്ട് എൻ്റെ അമ്മോ കുറേ ഞാൻ പോന്നുപോയി. ഇതിൽ നിങ്ങൾ വേറിട്ട് പോന്നുപോയി. എന്താ ഒരു മഞ്ഞൾ നട്ടിട്ട് കിട്ടിയേ കണ്ടോ. ഇത്രയുള്ള ഒരു പൊട്ട്, എന്താ ഇത്രയുള്ള ഒരു പൊട്ട് നട്ടതാണ്. എണ്ണിയാ തീരാത്ത്. ഒന്നൊന്നല്ല, കുറേ ഞാൻ വിളവെടുക്കുമ്പോൾ പോന്നുപോയി. നിങ്ങളൊക്കെ എങ്ങനെയാണ് മഞ്ഞൾ നടുന്ന നോക്കൊന്ന് പറയണേ. ഞാൻ നടുന്നത് എങ്ങനെ അറിയോ? ഞാൻ ഇത് നട്ട് പറഞ്ഞുതരാം. ഒരു കുഴി കുഴിക്കൂ. അങ്ങനെ കുറച്ച് ആദ്യം തന്നെ ഇങ്ങനെ ഏരുകൂട്ടി ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഞ്ചിയൊക്കെ ഇടും പോലെ കുഴി കുഴിച്ചിട്ട് അതിൽ മഞ്ഞളിട്ട്, ഇതിൽ ഞാൻ ചാണകപ്പൊടി ഒന്നും ഇട്ടിയില്ല, കരിയിലിട്ട് അങ്ങ് മൂടിയതാ. എന്നിട്ട് നല്ലോണം മഞ്ഞൾ കിട്ടി. അവിടെ ഇതാ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ കഴിയൂല. അതേടെ നട്ട് തപ്പണം. അങ്ങനെ ആയിരുന്നു. ഇനി വേറൊരു മരട് കാണിച്ചു തരാം. മരട് കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇവിടുത്തെ മഞ്ഞളുടെ. ഇതങ്ങനെയാണ് ഉണ്ട് കണ്ടോ. ഇങ്ങനെയാ. അത് കാട് കൊണ്ടാ. ഞങ്ങൾ കാട് നന്നാക്കുമ്പോൾ ഇവിടെ നന്നാക്കാൻ കഴിഞ്ഞില്ല. എന്താ പറഞ്ഞാൽ എന്താ കാണിച്ചു തരാം. എന്താ കണ്ടോ. ഞാൻ തന്നെ വീണ് കൊത്തിപ്പോയി മക്കളെ. രണ്ടാമത്തെ അങ്ങനെ ഓരോന്ന് നടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് കൊത്തുന്നത് കാണിച്ചാൽ വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കൊത്തുന്നത് മൊത്തങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സമയം എടുക്കല്ലോ. അപ്പം ഞാൻ കൊത്തി ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ഒന്ന് നട്ടിട്ട് കിട്ടിയത് മണ്ണ് പോക്കി കാണിക്കൂ. എന്താ ഇഷ്ടം പോലെ മഞ്ഞള. നമ്മളൊരു വീട്ടമ്മ വിചാരിച്ചാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനാവും. ഇതാ നോക്ക്, പൊട്ടിപ്പോയി. ഇതൊക്കെ ഞാൻ നന്നാക്കി കാണിച്ച് തരൂ. 2 3 ഒരു 10 4 5 6 7 8 9 10. ഇനി 10 ഞാൻ
അത്ര നമുക്കാവുള്ളൂ. ഒന്നായിട്ട് പണിയെടുക്കാൻ നമുക്കാവൂല. കുറച്ച് എടുക്കാനേ ആവുള്ളൂ. ഞാനിങ്ങനെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമ്മൾ അടുക്കള പണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് അങ്ങ് ഇട്ടിട്ട് ഇവിടെ ഭയങ്കര കുറേ സ്ഥലത്തൊന്നും നട്ടിയില്ല. അതാ അത്രയും സ്ഥലത്താണ് നട്ടത്. ഫുള്ള് കൊത്തിയെടുത്തിയില്ല, ആകുന്ന കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം കത്തിയോണ്ട് പോക്കി നല്ല ക്ലിയർ ആക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നും കാണിക്കും. ഇതൊക്കെ ഇങ്ങനെ കൊത്തിയെടുക്കണം. ഇപ്പം തന്നെയാണ് അതിൻ്റെ സമയം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണല്ലോ. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇത് പണിയെടുക്കാൻ പിന്നീട് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇത് മുഴുവൻ നന്നാക്കി കഴുകി ചീന്തി ഒരു ദിവസം ഫുള്ള് പൊഴുങ്ങി ഉണക്കി എന്നിട്ടൊക്കെ വേണം പൊടിപ്പിക്കാൻ. അങ്ങനെ നമുക്ക് സാധിച്ചാൽ നമുക്ക് നല്ല മഞ്ഞൾ കടയിൽ നിന്ന് വാങ്ങുന്നൊന്നും അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഇതിലാണെങ്കിൽ ഒരു മരുന്നും ഇല്ലല്ലോ, ഒരു വളവും ഇല്ല. എന്താ കണ്ടില്ലേ? ഞാൻ ഫുള്ള് നന്നാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കേറ്റ് എന്തെല്ലോ ആവുക. കാരണം ഒരു മരണ്ട് നിന്ന് കിട്ടിയ പൊട്ടിപ്പോകുന്നത്. അതാ കണ്ടോ, ഇതിന് പൊട്ടിപ്പോകുന്നതാ. നോക്കി ഇതന്നെ ഉണ്ട് 2 കിലോ പോരും. പച്ചയിലിട്ട് ഉണങ്ങിയാലും അതിനനുസരിച്ചുണ്ടാവും. എന്നാലും ഞാൻ വിചാരിക്കുന്ന കേട്ടോ, നമ്മളെ കരിയിലൻ്റെ ഒരു പവറേ, കരിയില നല്ലോണം കമ്പോസ്റ്റാക്കി എല്ലാവരും കൃഷി ചെയ്തോളി. കാരണം നമുക്ക് ഇത്രക്കും മെച്ചം കിട്ടും. പൈസ കൊടുത്ത് കേട്ട് ഒരു നയാ പൈസ മുടക്കണ്ട. നമുക്ക് നല്ല അടിപൊളി മഞ്ഞൾ കിട്ടി. ഞാൻ നന്നാക്കും ഞങ്ങൾ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ കരിയില എന്ന് പറയുമ്പോൾ എത്രയോ ആളെന്നോട് പറഞ്ഞിക്ക്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. ഞാൻ കരിയിലയിൽ നട്ടിട്ട് എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, നല്ല ഉഷാറിൽ ചെടി ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ എത്രയോ കമൻറ്റ് ഞാൻ കേട്ടതാ. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു മരട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നത് എന്നുള്ളത്. ഇപ്പം 10 മരടാ. 10 എണ്ണം വെച്ചാൽ ഇതാണ് ഒന്ന് ഇതാ. അങ്ങനത്തെ 10 എണ്ണം നട്ടിട്ടാണ് ഇത്രക്കും നമുക്ക് കിട്ടുന്നത്. കാണിക്കുന്ന ഞങ്ങളെ എന്താ ഇതാകെ ഇപ്പം കുറഞ്ഞ സ്ഥലത്താണ് നട്ടത്. പിന്നെ എന്താണ് ഒരു മൊത്തം മരമാണല്ലോ ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തെ സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ അതുകൊണ്ട് മഴ പെയ്തിട്ട് ഇപ്പോൾ 2-3 ആഴ്ച ആയെങ്കിലും ശരിക്കും ഇങ്ങോട്ട് ഉണങ്ങിയില്ല. അതുകൊണ്ട് മണ്ണ് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അല്ലെ തട്ടിയാൽ പോവുമായിരുന്നു. ഇപ്പോൾ അതാ 1 നിങ്ങളെ കാണിക്കുക കേട്ടോ. ഞാൻ 2 3 4 മണ്ണ് കുറച്ചേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്ന 5 6 ഇതൊക്കെ പൊട്ടിപ്പോയതാ. 7 പറയാനല്ലോ, ഒക്കെ പൊട്ടിപ്പോയതാ. അപ്പോൾ നമ്മൾ ഇതിനൊന്നും ആണുങ്ങൾ തന്നെ കുനിഞ്ഞിറങ്ങണമെന്നൊന്നുമില്ല, അമ്മക്കും പറ്റൂ. നമ്മൾ കുറഞ്ഞ സമയത്ത് പച്ചക്കറിയൊക്കെ നടാം. നമ്മൾ അവരോട് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും എന്ന് പറയണ്ട. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ട് അവർ അധ്വാനിക്കാൻ പോയിക്കോട്ടെ. അരി വാങ്ങിക്കൊണ്ടുവരട്ടെ, അരി വാങ്ങണം, ഒരിക്കൽ ഡ്രസ്സ് വാങ്ങി തരണോ, മരുന്ന് വാങ്ങണം, അങ്ങനെ പലതും ഉണ്ടല്ലോ. ഇങ്ങനെ കുറച്ച് കൈ സഹായം അങ്ങനെ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ആദ്യം ഇങ്ങനെ ഉഷാറിൽ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ നട്ടാരെ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ വളമൊന്നും കൊടുത്തില്ല. പുല്ല് വെക്കാൻ ഞാൻ സമ്മതിക്കൂല. പുല്ലൊക്കെ വേമ്പേ കണ്ടോ ഓരോ മരുന്ന് കിട്ടുന്നത്. ഇതൊക്കെ ഇതാ ഇനിയുണ്ട്. ഇത് നന്നാക്കി ഞാനിനി ചാക്കിലാക്കി പുരേ കൊണ്ടുപോയിട്ടേ നന്നാക്കുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ വൃത്തി നന്നാക്കാൻ കഴിയുന്നില്ല. ഇതാ നോക്ക്, ഇതെല്ലാം അതാ ഇനിയുണ്ട് കുറേ കൊത്താൻ. എല്ലാം കൂടി കൊത്തിയാലേ പുഴുങ്ങാനൊക്കെ അമ്മ ബുദ്ധിമുട്ടാവുന്നത് മതിയല്ലോ. വിൽപ്പനക്കൊക്കെ ഉണ്ടാ മാത്രം ഉണ്ട് ഇത്. ഇനി നമ്മളേ പുതുമഴ വന്നാൽ ഇതൊക്കെ മുളക്കും, കുറേ മുളക്കും. അപ്പോൾ ആ മുളച്ച് പിരിച്ചു കുഴിച്ചിട്ടാലും മതി. അങ്ങനെ എത്രയോ കുഴിച്ചിടും ഞാൻ. മഞ്ഞൾ ഇഞ്ചിയൊക്കെ അങ്ങനെ വരും. എന്താ ഇതിലോണുണ്ട്. ഇതൊക്കെ പൊട്ടിപ്പോയതാ. ഇതാ ഒക്കെ പൊട്ടിപ്പോയി. എൻ്റെ കൊത്തലിൻ്റെ പവറാ. നമുക്ക് അത്രയല്ലേ ആരോഗ്യമുള്ളൂ. ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ നിൽക്കുക ഞാൻ. എനിക്ക് ആരോഗ്യമൊക്കെ കുറവാണ്. നല്ലോണം പണിയെടുക്കുക പറഞ്ഞിട്ട് കാര്യമില്ല, ആരോഗ്യമല്ല, കിതക്കുകയും ചെയ്യും. ഇതൊക്കെ അതാ എന്താ
ഇപ്പൊ നിങ്ങൾക്ക് മഞ്ഞൾ കൃഷി ഉണ്ടോ, മഞ്ഞൾ വിളവെടുത്തോ, മഞ്ഞൾ നിങ്ങൾ എന്താ മഞ്ഞൾ വീട്ടിലേക്ക് ആവശ്യത്തിന് എന്താ ചെയ്യൽ, വാങ്ങലാണോ ഒക്കെ കമൻറ്റ് ചെയ്യണേ. വാങ്ങുന്നവരാണെങ്കിൽ കൃഷിയിൽ താല്പര്യമുള്ളവരുമാണെങ്കിൽ ഒന്ന് നട്ടു നോക്കണം കേട്ടോ. എവിടെയെങ്കിൽ കമൻറ്റ് ഇടണേ. ഇപ്പം എല്ലാം നടേണ്ടി, ഇപ്പം കൊത്തുന്ന ടൈമാ. എന്താ ഇനിയുണ്ട് വെറുക്ക ഒക്കെ മുളച്ചോളൂ. ഇതെല്ലാം മുളക്കൂ. കണ്ടില്ലേ, ഒരു 10 പൊന്തിച്ച് വെക്കട്ടെ. എൻ്റെ അമ്മോ പച്ചായിട്ട ഒരു 10 ചെറിയ നാമ്പ് നട്ട് കൊണ്ട് കിട്ടിയത് കണ്ടോ. 10 എണ്ണം കൊത്തിയപ്പോൾ ഞാൻ എണ്ണി കൊത്തിയത് എന്താ ഇങ്ങോട്ട് പറഞ്ഞു തരാനാ. കുറേ ഉണ്ട് ഇവിടെ, അത്രക്കും കിട്ടി. കൊണ്ടുപോകുക പുരയെ കൊണ്ടുപോകുമ്പോൾ ചാക്ക് വേണം, കാരണം കൊട്ട പിടിച്ച് കൊണ്ടുപോകാൻ കഴിയൂല. അപ്പോൾ ഞാൻ ചാക്കിലാക്കട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് നല്ല അടിപൊളി ചാക്കൊക്കെ, തിളങ്ങുന്ന ലെങ്കി മറിയുന്ന ചാക്കൊക്കെയാ. മഞ്ഞളും ലെങ്കി മറിയുന്നുണ്ട്. ഇത് അല്ലാതെ ചെരിയാൻ ആള് വേണം. ഒക്കെ ഞാൻ ഒറ്റക്കല്ലേ. എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ആരാണ് പിടിച്ചു തരുന്നത്. എനിക്ക് മുക്കാവാൻ പിടിക്കുന്നത് സ്റ്റാൻഡാട്ടോ. ഞാൻ സ്റ്റാൻഡിൽ അങ്ങ് വെച്ചിട്ടാണ് പണിയെടുക്കല്. പിന്നെ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ, താല്പര്യമുള്ളവരിങ്ങനെ നട്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാ. നട്ടാൽ ഇത്ര കിട്ടും, കരിയിലൻ്റെ പവറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാ. ഓ അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കൃഷി എടുത്താലുള്ള പ്രയാസം എന്താ അറിയോ, ഉഷാറിങ്ങ് പൊങ്ങി വരും. അപ്പോഴേക്കും ആയിരിക്കും കുരങ്ങ് വരുന്നത്. കണ്ടോ എങ്ങനെ പൊങ്ങിയ വാഴയായിരുന്നു ഇത്. പൊട്ടിച്ചിട്ടാണ്ടോ ഇത് രണ്ടാമതുണ്ടാകും. അപ്പോൾ എൻ്റെ മഞ്ഞൾ വിളവെടുത്ത് കണ്ടല്ലോ. ഒരു മരടിൽ നിന്ന് അല്ല, ഒരു ചെറിയ ഒരു മഞ്ഞളിൽ നിന്ന് കിട്ടിയത് തുറക്കുള്ള മഞ്ഞൾ. അങ്ങനത്തെ 10 എണ്ണം ഞാൻ വിളവെടുത്ത് നിങ്ങളെ കാണിച്ചു തന്നു. ഇനി ഉണ്ട് കേട്ടോ, വിളവെടുക്കാൻ ഇനിയും ഉണ്ട്. എനിക്ക് ഇങ്ങനെ എല്ലാം കൂടി എനിക്ക് ഉണക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ളത് എടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.